ലൗറന്റീനയിൽ ത്രേ ഫൊന്താനയിൽ വരുമ്പോൾ എങ്ങനെ ഈ ഏവൂർ ഫെർമിയിൽ നിർത്താതിരിക്കും അല്ലേ? ഞങ്ങളിപ്പോൾ ഏവൂർ ഫെർമിയിലാണ്. ഏവൂർ പൊതുവെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഏവൂർ എന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? എക്സ്പോസിസിയോണെ യൂണിവേഴ്സാലെ റോമ. ഏവൂർ എന്നുള്ളൊരു അബ്രീവിയേഷനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 1945 റോമ മുനിസിപ്പാലിറ്റി ആകുന്നതിൻ്റെ ഭാഗമായിട്ട് മുസോളിനിയുടെ സമയത്ത് ബിൽഡ് ചെയ്ത മോഡേൺ ബിൽഡിങ്സ് ആണ് നമ്മളിവിടെ ചുറ്റും കാണുന്നത് കേട്ടോ. ഇത് എനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച്, അതായത് ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊന്നും പോകാതെ, നമ്മളിങ്ങനെ റോമിലൊക്കെ ടൂർ കൊടുക്കുമ്പോൾ ചില സമയത്ത് ചില വ്യക്തികൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാനായിട്ടുള്ള വളരെ കുറച്ച് സമയം മാത്രമേ റോമിലുണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് കുറേ ഇങ്ങനെ വിവരിക്കാൻ പോകുമ്പോൾ അവർ പറയും മാഗി സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ടേക്ക് us ടു എവരിവെയർ എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കുന്നില്ല. ഞാൻ മിക്കവാറും തന്നെ ഫ്രീ ആകുമ്പോൾ ഇവിടെ വരാറുണ്ട്, ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, നമുക്കത് കാണാൻ പോവാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് മനുഷ്യനിർമ്മിത തടാകമാണ്, മാൻമെയ്ഡ് ലേക്കാണിത്. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ അക്വേറിയം കൂടെയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബോട്ടിങ്ങും അതുപോലെയുള്ള വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെക്ഷനും കൂടെയുണ്ട്. പിന്നെ ഇതേ ഈ കാണുന്നൊരു വഴി, ഇത് ചുറ്റും, അതായത് ഈ ലേക്കിന് ചുറ്റും ഈ വഴിയുണ്ട്. ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് വിയാലെ ജപ്പോണെ എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും നമുക്ക് കാണാം വൈൽഡ് ചിലിയേജ് ട്രീസാണിത്. ഇത് 1958 59 തോന്നുന്നു ജാപ്പനീസ് പ്രസിഡൻറ്റ് റോമ കാണാൻ വന്നപ്പോൾ 2500 വൈൽഡ് ചെറീസിൻ്റെ പ്ലാന്റ് സമ്മാനിച്ചു, ചെടികൾ സമ്മാനിച്ചു. അതാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സ്പ്രിംഗ് ടൈമിൽ ഇത് മുഴുവൻ ഇങ്ങനെ ബ്ലൂം ചെയ്യും. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ജാപ്പനീസ് പ്രസിഡൻറ്റിനോടുള്ള ബഹുമാനാർത്ഥം ഈ സ്ഥലത്തിന് വിയാലെ ജപ്പോണെ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 16,500 സ്ക്വയർ മീറ്റേഴ്സിലാണ് ഈ തടാകം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഈവനിങ് വാക്കിനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ആ വാട്ടർഫോൾ എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കവിടെ പോയിട്ട് മറ്റു വിശേഷങ്ങൾ കാണാം. $16,500 സ്ക്വയർ മീറ്റേഴ്സിലാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 1937 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും 1945 റോം മുനിസിപ്പാലിറ്റി ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇവിടെ ടൂറിസ്റ്റൊക്കെ കയാക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫൗണ്ടൻ. ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ശബ്ദം കേട്ട് നിൽക്കുന്നത് തന്നെ വളരെ റിലാക്സിങ് ആണ്. ഇത് 5 നിലകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, 5 ഫ്ലോറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 5ാമത്തെ ഫ്ലോറിലാണ്, ഏറ്റവും പൊക്കത്താണ്. അപ്പോൾ എൻ്റെ ഇടതുവശത്തായിട്ട് എനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാം. എനി എന്ന് വെച്ചാൽ ഇവിടെ ഇറ്റലിയുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ തടാകം അവസാനിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ യൂണിക്രെഡിറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാ മോഡേൺ ബിൽഡിങ്ങും മുസോളിനിയുടെ സമയത്ത് ബിൽഡ് ചെയ്തതാണ്. അത് നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ഫാഷിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയും. ഈ നേരെ കാണുന്നതാണ്
ക്രിസ്റ്റോഫറോ കൊളംബോ, വിയാലെ ക്രിസ്റ്റോഫറോ കൊളംബോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ കാണുന്നത്. പിന്നെ എൻ്റെ വലതുവശത്തായിട്ട് എവൂർ പാലസ് പോർട്ട് മെട്രോ സ്റ്റേഷനുണ്ട്. എൻ്റെ നേരെ ഇടതുവശത്തായിട്ട് എവൂർ ഫെർമി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ, എല്ലാം ഒരു മോഡേൺ സ്റ്റൈലാണ്. റോമിൽ ഇത്രയും നല്ല മോഡേൺ ബിൽഡിംഗ് ഒക്കെ കാണുന്നത് വളരെ റെയറാണ്. അതുകൊണ്ടാണ് എവൂർ ഫെർമി ഇത്രമാത്രം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊരു നാച്ചുറൽ അക്വേറിയം ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചെറിയൊരു അക്വേറിയം ആ പാലത്തിൻ്റെ താഴത്ത് ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ പാർക്കുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും, ഇത് ഓപ്പൺ പാർക്കാണ്, എപ്പോൾ വേണമെങ്കിലും വരാം. ആൾക്കാരൊക്കെ ജോഗിങ് ചെയ്യുന്നുണ്ട്, ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുശലമൊക്കെ പറയുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ സ്ഥലവുമായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.